നമസ്കാരം. അച്ഛാ, ആധുനിക ശാസ്ത്രവും പുരാതന വിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ തർക്കത്തിന് രണ്ട് പ്രവാചകന്മാർ തമ്മിലുള്ള പഴയൊരു സംവാദം ഉത്തരം തന്നാലോ? കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നില്ലേ? അങ്ങനെയൊരു കഥയാണ് നമ്മളന്ന് നോക്കാൻ പോകുന്നത്. കഥ തുടങ്ങുന്നതിനൊരു ഗംഭീര സീനിലാണ്. പ്രവാചകനായ മൂസ മനുഷ്യവംശത്തിന്റെ എല്ലാം പിതാവായ ആദമിനോട് നേരിട്ട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താകാൻ കാരണം? പക്ഷേ ആദമിന്റെ മറുപടി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ദൈവം എനിക്ക് വേണ്ടി പണ്ടേ തീരുമാനിച്ചു വെച്ചൊരു കാര്യത്തിന് എന്നെയാണോ നീ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ഈ സംഭാഷണം വെറുമൊരു കഥയല്ല, ഏറ്റവും വിശ്വസനീയമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ നിന്നുള്ളതാണ്. അപ്പോൾ പിന്നെന്താ പ്രശ്നം, അല്ലേ? ഒറ്റനോട്ടത്തിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ലളിതമെന്ന് തോന്നുന്ന സംഭാഷണത്തിൽ ചില വലിയ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ഈ കഥ വന്ന വഴി, അതായത് അതിന്റെ ഉറവിടം, ഒരു സംശയത്തിനുമിടയില്ലാത്ത അത്ര ശക്തമാണ്. പക്ഷേ മറുവശത്ത് ആ കഥയുടെ ഉള്ളടക്കം ചില ഗുരുതരമായ ചോദ്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം ഇതാണ്. ഒരു ഹദീസ് നമ്മളിലേക്ക് എത്തിയ ആളുകളുടെ ആ ഒരു ശൃംഖലയുണ്ടല്ലോ, അതിനെയാണ് സനദ് എന്ന് പറയുന്നത്. അത് വളരെ വിശ്വസനീയമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ കഥയുടെ ഉള്ളടക്കം അഥവാ മത്തൻ പരിശോധിക്കുമ്പോഴാണ് പണ്ഡിതന്മാർക്ക് ചില സംശയങ്ങൾ തോന്നുന്നത്. സിമ്പിളായി പറഞ്ഞാൽ സോഴ്സ് പക്കയാണ്, പക്ഷേ കണ്ടന്റിൽ എന്തോ പൊരുത്തക്കേടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പൊരുത്തക്കേടുകൾ നമുക്ക് നോക്കാം, അല്ലേ? പ്രധാനമായി 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു പ്രവാചകനായ മകൻ സ്വന്തം പിതാവിനെ ഇങ്ങനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? 2, ദൈവം ഓൾറെഡി മാപ്പ് കൊടുത്തൊരു തെറ്റിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതിന്റെ ആവശ്യമെന്താണ്? മൂന്നാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് പിശാചാണ് പ്രധാന വില്ലനെന്ന്. എന്നിട്ടും എന്തിനാണ് ആദമിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ഈ ഒരു പ്രഹേളികയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുക? വെറുതെ വാക്കുകൾ അതേപടി വായിച്ചാൽ മാത്രം പോരാ. ചിലപ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടി വരും. ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് പുതിയൊരു സമീപനം തന്നെ വേണം. ഇവിടെയാണ് വ്യാഖ്യാനപരമായ അടിസ്ഥാനം അഥവാ ഹെർമന്യൂട്ടിക്കൽ ഫൗണ്ടേഷൻ എന്ന ആശയം വരുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു മാപ്പ് ശരിക്ക് വായിക്കണമെങ്കിൽ അതിലെ അടയാളങ്ങൾ എന്താണെന്ന് നമുക്കറിയണം, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു ഗ്രന്ഥത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു നിയമചട്ടക്കൂട് വേണം. അല്ലാതെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമിതാണ്: ഒരു വിവരത്തിന്റെ ഉറവിടം ശരിയാണെന്ന് കരുതി മാത്രം അത് കണ്ണടച്ചു വിശ്വസിക്കരുത്. അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനാണ് അതിലും പ്രാധാന്യം. ഈ പുരാതന കഥയുടെ ഏറ്റവും ആധുനികമായ സന്ദേശം ഒരുപക്ഷെ ഇതുതന്നെയാണ്. ശരി, അപ്പോ വ്യാഖ്യാനത്തിന്റെ ഈ പാഠം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്രീയ വെല്ലുവിളിയിലേക്ക് വരാം: പരിണാമ സിദ്ധാന്തം. ഒരു പഴയ പ്രവാചക സംവാദവും ഡാർവിനും തമ്മിൽ എന്തു ബന്ധം എന്നാകും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? ബന്ധമുണ്ട്, നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള ബന്ധം. ആ പഴയ കഥയിൽ നമ്മൾ കണ്ട അതേ പ്രശ്നം, അതായത് കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ മാത്രം കാണാതെ ആഴത്തിൽ വ്യാഖ്യാനിക്കേണ്ടതിന്റെ ആവശ്യം, അത് പരിണാമ സിദ്ധാന്തത്തെ സമീപിക്കുമ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. ഇന്നത്തെ ഒരു യുവതലമുറയെ നോക്കൂ. അവർ ശരിക്കും 2 ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. ഒരു വശത്ത് സ്കൂളുകളിലും കോളേജുകളിലും പരിണാമം ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്രം അവർ പഠിക്കുന്നു. മറുവശത്ത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത് പരമ്പരാഗത മതവിദ്യാഭ്യാസമാണ്. പലപ്പോഴും ഈ 2 അറിവുകളും തമ്മിൽ ഒരു ചേർച്ചയില്ലാതെ വരുന്നു. ഇവിടെയാണ് യഥാർത്ഥ അപകടം പതിയിരിക്കുന്നത്. ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശങ്കയുണ്ട്. ഒരു വശത്ത് നമ്മൾ പരിണാമത്തെപ്പറ്റി ഒന്നും അറിയാതെ അതിനെ എതിർക്കുന്നു. മറുവശത്ത് മതഗ്രന്ഥങ്ങൾക്ക് ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ എന്തു സംഭവിക്കും? ശാസ്ത്രം പഠിക്കുന്ന യുവതലമുറ ആകെ ആശയക്കുഴപ്പത്തിലാകും. ഒരുപക്ഷേ അവർക്ക് മതത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ പിന്നെ എന്താണ് ശരിയായ വഴി? ഈ വിശകലനം പറയുന്നത് ഒരു മധ്യപാത കണ്ടെത്തണമെന്നാണ്. 2 തീവ്ര നിലപാടുകളും ഒരുപോലെ അപകടമാണ്. അവയ്ക്കിടയിലുള്ള സന്തുലിതമായ ഒരു സമീപനമാണ് നമുക്കാവശ്യം. നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട 2 വഴികളുണ്ട്. ഒന്നാമത്തേത്, പരിണാമത്തെക്കുറിച്ച് ശരിക്ക് പഠിക്കുക പോലും ചെയ്യാതെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനം. രണ്ടാമത്തേത്, പരിണാമത്തെ മാത്രമല്ല അതിന്റെ പിന്നിലുള്ള ഭൗതികവാദപരമായ ആശയങ്ങളെയും ഒരു ചോദ്യവും ചോദിക്കാതെ അപ്പാടെ വിശ്വസിക്കുന്ന രീതി. ഈ 2 വഴികളും നമ്മളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ തീവ്ര നിലപാടുകൾ ഇത്ര അപകടകരമാകുന്നത്? കാരണം ഇത് ദൈവശാസ്ത്രപരമായ തർക്കങ്ങളുണ്ടാക്കും, സമൂഹത്തിൽ ഭിന്നിപ്പുകൾക്ക് കാരണമാകും, വിദ്യാഭ്യാസ രംഗത്ത് വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരിക്കും അത്.
അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ്. ശാസ്ത്രീയ അറിവുകൾ ഇങ്ങനെ കുതിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും പുതിയ കണ്ടെത്തലുകളുമായി എങ്ങനെ നമ്മൾ പൊരുത്തപ്പെടുത്തും? ഉത്തരം അത്ര ലളിതമൊന്നുമല്ല. പക്ഷേ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടി. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും ചിന്തിക്കുക.